ബി.ജെ.പിയെ ജയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്ത് ബി.ജെ.പിയെ ജയിപ്പിക്കാനുള്ള പിണറായി വിജയന്റെ അടവായിരുന്നു സിറാജ് പത്രത്തിലും സുപ്രഭാതം പത്രത്തിലും സരിൻ തരംഗം എന്ന പേരിൽ പരസ്യം കൊടുത്ത് രണ്ട് മുസ്ലിം പത്രങ്ങൾക്ക് മാത്രം പരസ്യം കൊടുത്ത മുസ്ലിം വർഗീയതയെ ഇളക്കി വിടാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്താൻ ശ്രമിച്ച CPM-നോട് അദ്ദേഹം പറയാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു. എന്താ അവകാശ? അന്തസ്സുള്ളവനായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? മലയാള മനോരമയ്ക്ക് കൊടുക്ക്, ഒന്നിനും കൊടുക്കണ്ട. ദേശാഭിമാനിക്ക് കൊടുക്കണ്ടേ? ദേശാഭിമാനിക്ക് കൊടുക്കണ്ടേ? ദേശാഭിമാനിക്ക് കൊടുക്കണ്ടേ? എന്താ കൊടുക്കേണ്ടത്? പാർട്ടി സഖാക്കൾ വായിച്ചറിയട്ടെ. കൊടുത്തതിനാ എപ്പോഴാ കൊടുത്തത്? അപ്പൊ ഇത്രയേ ഉള്ളൂ. ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി കോൺഗ്രസ് അല്ല ജയിക്കാൻ പോകുന്നത്, ബി.ജെ.പിയാണ് ജയിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള വരുത്തി ഇടതുപക്ഷത്തിലേക്ക് അല്പം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബി.ജെ.പി ജയിപ്പിച്ചു കൊടുക്കുക. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇവിടുത്തെ പ്രശ്നം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വർഗീയതയെ താലോലിക്കുന്നതാര്? ഞങ്ങൾ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തെ മുമ്പ് നിർത്തി ഞങ്ങള് കൃത്യമായിട്ട് തന്നെ ബി.ജെ.പി 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന നഗരസഭയിൽ ഞങ്ങൾ 5,000 വോട്ട് തിരിച്ചു പിടിച്ചു, ഭൂരിപക്ഷം പിടിച്ചു. 5,000 വോട്ട് ഭൂരിപക്ഷം പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 12,000 വോട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ബി.ജെ.പിയിൽ നിന്നും തിരിച്ചു പിടിച്ചു. എവിടെയാ? നഗരസഭയിൽ എത്ര SDP ഉണ്ടാവും? മൂത്താന്തറയിൽ SDP ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. RSSന്റെ കാര്യാലയം ഇരിക്കുന്ന 5 ബൂത്തുകളുണ്ട്. 5 ബൂത്തുകളിൽ ഞങ്ങൾ ഭൂരിപക്ഷമാണ്. ഇവരെന്താ പറഞ്ഞത്? ഇദ്ദേഹത്തിന്റെ നേതാക്കന്മാർ പ്രസംഗിച്ചതാണെന്നറിയോ? വടകരയും പിന്നെ പാലക്കാടും തമ്മിൽ വെച്ചടിയിലാണ്. വടകരയിൽ ഷാഫിയെ ജയിപ്പിച്ചു കൊടുത്താൽ ബി.ജെ.പിയെ ജയിപ്പിച്ചു കൊടുക്കും ഷാഫി. എന്തായിരുന്നല്ലോ ഡീല്? ഇതല്ലേ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്? പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ലേ? അപ്പോ പറഞ്ഞു വന്നത് എന്താണ്? പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞെന്താണ്? ഇലക്ഷനിൽ ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട. ഞങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ? ആദ്യം ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ SDP-യുടെ വോട്ട് വേണോ എന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല. SDP വർഗീയ പാർട്ടിയാണെന്നുള്ള വെർഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനകത്ത് വരും. അതില്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പോട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ പോയി പറയേണ്ട ആവശ്യം. എന്നോടൊരു ചോദ്യമായി അത് ചോദിക്കേണ്ട ഗതികേട് പോലും കേരളത്തിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ഗതികേട് ഞാൻ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല.